ഇനി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരു ലോറി ഡ്രൈവർക്ക് തണലായി മാറിയ ഒരു ഉദ്യോഗസ്ഥനെയാണ് പരിചയപ്പെടുത്തുന്നത്. പെരുമ്പാവൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ GOP വർഗീസാണ് ടയർ പഞ്ചറായി അത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ലോറി ഡ്രൈവർക്ക് സഹായമായി എത്തിയത്. ക്രമസമാധാന പാലനം മാത്രമല്ല, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതും ജോലിയുടെ ഭാഗമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ. നട്ടുച്ചവെയിലിൽ നടുറോഡിൽ പകച്ചുനിന്ന ഡ്രൈവർക്ക് ആശ്വാസമായിരിക്കുകയാണ് കേരള പോലീസ്. പെരുമ്പാവൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ GOP വർഗീസാണ് ഡ്യൂട്ടി തിരക്കുകൾക്കിടയിലും ലോറി ഡ്രൈവർക്ക് സഹായമായത്. അങ്കമാലി കറുകുറ്റിയിൽ നിന്നും വെങ്ങോലയിലേക്ക് ചരക്കുമായി പോയതായിരുന്നു റെജിയുടെ ഐഷർ ലോറി. പെരുമ്പാവൂർ നഗരസഭയ്ക്ക് സമീപമെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി വാഹനത്തിന്റെ ടയർ പഞ്ചറായി. സഹായിയായി ആരും കൂടെയില്ലാത്തതും പൊള്ളുന്ന വെയിലിൽ റോഡിൽ ആൾത്തിരക്ക് കുറഞ്ഞതും റെജിയെ തളർത്തി. തനിച്ച് ടയർ മാറ്റാൻ പാടുപെടുന്ന റെജിയുടെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രൈവർക്കൊപ്പം ചേർന്ന് ടയർ അഴിച്ചുമാറ്റാനും സ്റ്റെപ്പിനി ടയർ ഉറപ്പിച്ച് ബോൾട്ടുകൾ മുറുക്കാനും കൈകോർത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് പോലീസ് സഹായമായി എത്തിയതെന്നും അത് വലിയ ആശ്വാസമായിരുന്നുവെന്നും ലോറി ഡ്രൈവർ പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നന്മയുടെ ഒരു കാഴ്ചയല്ലേ? സ്നേഹമോൾ നൈനാനാണ് നമുക്കൊപ്പം ചേർന്നത്. സ്നേഹ, ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യനാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് GOP വർഗീസ്, അല്ലേ? കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകളൊക്കെ നമ്മൾ സമീപകാലങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ എറണാകുളം നോർത്തിൽ വെച്ച് ഒരു ഗർഭിണിയായ യുവതിയെ CA മർദ്ദിച്ചു എന്നുള്ള വാർത്തയും ഒക്കെ ഏറെ വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. പക്ഷേ അത് മാത്രമല്ല, അതിനിടയിലും ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സംഭവം. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഡ്യൂട്ടിയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു GOP വർഗീസ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ, അതായത് നട്ടുച്ച സമയത്ത് പെരുമ്പാവൂർ എത്തിയപ്പോഴേക്കും ചരക്കുമായി പോയ ഒരു ലോറിയുടെ ടയർ പഞ്ചറായി. അത് ഒറ്റയ്ക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഡ്രൈവറെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നട്ടുച്ച വെയിലായിരുന്നു, മറ്റാരും സഹായിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇടപെടൽ. അതാ ഡ്രൈവർക്ക് വലിയൊരു ആശ്വാസമായി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മടിച്ചു നിൽക്കാതെ താൻ ഡ്യൂട്ടിയിലായിരുന്നു എന്നൊരു കാര്യം പോലും വകവയ്ക്കാതെയാണ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അദ്ദേഹത്തെ സഹായിച്ചു. മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ഡ്രൈവർ യാത്ര തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈവറുടെ പ്രതികരണവും ഇങ്ങനെയായിരുന്നു: എനിക്ക് ഏറ്റവും വലിയ സഹായമായിരുന്നു അദ്ദേഹം, ഒരു സമാധാനമായിരുന്നു. കാരണം ആരുമില്ലാതെ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നിരുന്ന സമയത്താണ് ഒരു സഹായത്തിൻ്റെ കരങ്ങളുമായി അദ്ദേഹം എത്തിയത് എന്നൊരു പ്രതികരണമായിരുന്നു ഡ്രൈവർ നൽകിയിരുന്നത്. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഏത് ജോലി ആയാലും നമ്മുടെ കൂടെയുള്ളവരെ കാണുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവർക്ക് ഒരു താങ്ങാകാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ സ്നേഹ? ഏത് ജോലിയാണെങ്കിലും നമുക്കൊപ്പമുള്ളവരെ, നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമല്ലേ? അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും, ഇങ്ങനെ ചേർത്ത് നിർത്താനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമെന്ന കാര്യമാണ് GOP വർഗീസ് തെളിയിച്ചിരിക്കുന്നത്. പക്ഷേ ഏതൊരു മനുഷ്യനും, പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഏതൊരു മനുഷ്യനും മാതൃകയാക്കാവുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കുക.